ഹലോ, നമസ്കാരം. മാമ്പഴ സീസണല്ലേ? കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാംഗോ ബാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീമും മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് ഒഴിച്ച് വയ്ക്കുന്ന മോൾഡ് അതിൻ്റെ ഒരു 1/4 ഭാഗം നിറച്ചാൽ മതിയാകും. ഒത്തിരിയും സ്റ്റിഫായി ക്രീം എടുക്കേണ്ട കാര്യത്തിൽ ഈ കൺസിസ്റ്റൻസി തന്നെ മതിയാകും. ഒരു 1/4 ഭാഗം നിറച്ച് വെച്ച് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് സെറ്റാകട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിക മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ഈ ഒരു പരുവമാകുമ്പോൾ ഇതിന് ഒരു ബൗളിലോട്ടാക്കി ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അതിനുശേഷം ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ഐസ്ക്രീം നമ്മളെടുക്കണം. അതെടുത്ത് അതിന് ഡീമോൾഡ് ചെയ്ത് ആ മോൾഡൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിനകത്ത് ഒരു 1/4 ഭാഗം മാംഗോ പേരി നിറയ്ക്കണം. 1/4 ഭാഗം നിറച്ചാൽ മതി. എന്നിട്ട് ഈ വാനില ഐസ്ക്രീം നമ്മൾ ചെയ്ത് വെച്ച സ്റ്റിക്ക് അതിനകത്തോട്ട് പതുക്കെ ഇറക്കി വയ്ക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അടച്ച് ഫ്രീസറിൽ വെക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. 6-7 മണിക്കൂർ വെക്കണം. പിന്നീട് നമ്മളിത് ഡിമോൾഡ് ചെയ്യുമ്പോൾ നല്ല സെറ്റായിരിക്കും. അപ്പം നല്ല സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റുള്ള ഒരു മാംഗോ ബാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.